ഹായ്, എല്ലാവർക്കും സനറ്റ്സ് റീസണിംഗ് ക്ലാസ്സസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ മത്സര പരീക്ഷകൾ എഴുതുന്ന വ്യക്തികൾ, ഓക്കെ, അവർക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ടോപ്പിക്കാണ് ഇത് റീസണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റീസണിങ്ങിനെ കുറിച്ചുള്ള എന്തിനാണ് നമ്മൾ റീസണിങ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പരീക്ഷകളിലാണ് ഇത് വരുന്നത്, റീസണിങ്ങിന്റെ വിവിധ മോഡലുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രോ സെഷനാണ് നമ്മൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം UPSC അതുപോലെ തന്നെ SSC, ബാങ്ക് പരീക്ഷകൾ, RRB, പിന്നെ ആർമി റിലേറ്റഡ്, ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകൾ, പിന്നെ ഈവൻ PSC പരീക്ഷകളിൽ പോലും നമ്മൾ റീസണിങ് അല്ലെങ്കിൽ മാനസിക ശേഷി പരിശോധന എന്ന് പറയുന്ന ഒരു വിഭാഗം, ഓക്കെ, നമുക്ക് പരീക്ഷകളിൽ ചോദ്യം വരുന്നതാണ്. ഓക്കെ, അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനാണ് റീസണിങ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ നോർമൽ കേസിൽ നമ്മൾ പറയുന്നതാണ് എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ എക്സാം പാസ്സാകുന്നതിന് വേണ്ടി മാത്രമാണോ? യഥാർത്ഥത്തിൽ എന്തിനാണ് റീസണിങ് എബിലിറ്റി അല്ലെങ്കിൽ റീസണിങ് എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ റീസണിങ്ങിന്റെ മലയാളം എന്ന് പറയുന്നത് തന്നെ എന്താണ്? യുക്തിപൂർവം എന്നുള്ളതാണ്. ഓക്കെ, റീസണബിൾ എന്ന് പറഞ്ഞാൽ യുക്തിപൂർവം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താണ് അതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് കാൻഡിഡേറ്റ് ഇൻ ഇംപ്രൂവിംഗ് ദർ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആൻഡ് സെറ്റിംഗ് ഗോൾസ്. കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതുപോലെ തന്നെ ഒരു പ്രശ്നത്തിലേക്ക് അകപ്പെടുന്ന സമയത്ത് അത് കൃത്യമായിട്ട് സോൾവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ഓക്കെ, ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിലേക്ക് ഗോളുകൾ എങ്ങനെ സെറ്റ് ചെയ്യാം, എന്നിട്ട് അതെങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ, ഒരു വലിയൊരു പ്രശ്നമാണെങ്കിൽ അതിനെ ചെറിയ ചെറിയ കാര്യങ്ങളാക്കി, ഓക്കെ, ചില പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം, നമ്മൾ ബ്ലഡ് റിലേഷന്റെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം. ഓക്കെ, വലിയൊരു പാരഗ്രാഫ് ആണെങ്കിൽ അതിനെ ചെറിയ 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 പോർഷൻസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് സോൾവ് ചെയ്യും. അതുപോലെ തന്നെ ഒരു വലിയൊരു പ്രശ്നം വരുമ്പോൾ അത് ചെറിയ 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 ആക്ഷൻസുകൾ എടുത്തിട്ട് നമ്മൾ അത് സോൾവ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ ലൈഫിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ റീസണിങ്ങിന്റെ ഒരു ഭാഗമാണ്. ഇനി നമ്മളിപ്പോ ഒരു കലക്ടർ ആയിക്കോട്ടെ, അതായത് ഒരു IAS കിട്ടി, അത് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു ആ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ IPS കിട്ടിയ ഒരു പോലീസ് മേധാവി ആയിക്കോട്ടെ, ഇനി അതല്ല യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു പട്ടാളക്കാരനായിക്കോട്ടെ, ചിലപ്പോ ഇവരുടെ ഹയർ അതോറിറ്റിയുടെ അടുത്ത് നിന്നും ഇവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അവരോട് കൃത്യമായിട്ട് ഒരു നിർദ്ദേശം ലഭിക്കാതെ തന്നെ ഇവർക്ക് ചില ഡിസിഷൻസ്, യുക്തിപൂർവമായ ചില ഡിസിഷൻസ് ഇവർക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോ ആ തൊഴിൽ മേഖലയിൽ കൃത്യമായിട്ടുള്ള ഡിസിഷൻസുകളാണ് കറക്റ്റായിട്ട് അവരെടുക്കുന്ന, ആ സമയത്ത് അവരെടുക്കുന്ന ഡിസിഷൻസുകളാണ് ശരിക്കും ഭാവി തന്നെ, ചിലപ്പോൾ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ഭാവി തന്നെയൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് എടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്ത്? റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കേവലം പരീക്ഷകൾ പാസ്സാകുന്നതിന് വേണ്ടി മാത്രമല്ല, ഇത്തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് ലൈഫിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് നമ്മൾ എടുക്കുന്ന ജോബിലും ഒക്കെ കൂടെ നമുക്ക് ആവശ്യം വരുന്ന ഒരു ഘട്ടം ഉണ്ടാവും. അതിലേക്കും കൂടെയാണ് നമുക്ക് എന്ത് റീസണിങ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി റീസണിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് റീസണിങ് മാത്രമല്ലാതെ, ഓക്കെ, അതിനകത്ത് GK ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ ഇംഗ്ലീഷ് ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ മാത്സ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇപ്പൊ GK ഞാനൊരു അനലോഗി ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇന്ത്യ ന്യൂഡൽഹി ഓസ്ട്രേലിയ ഡാഷ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്, ഇന്ത്യ ന്യൂഡൽഹി അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഡാഷ്. ഇത് അനലോഗി അല്ലെങ്കിൽ നമ്മൾ സമാന ബന്ധങ്ങൾ എന്ന് പറയുന്ന പോർഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ക്യാപിറ്റൽ ആണ് നിങ്ങൾക്കറിയാം ന്യൂഡൽഹി എന്ന് പറയുന്നത്. അപ്പൊ ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് കാൻബറയാണ്. ഓക്കെ, ആൻസർ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കാൻബറയാണ്. പക്ഷെ ഇത് റീസണിങ്ങിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി നമ്മൾ ശരിക്കും ഇത് GKയുടെ ഭാഗമാണ്. ഓക്കെ, അതായത് നമ്മൾ ഒരു കൺട്രിയും ക്യാപിറ്റലും അറിയാന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമാണ്? അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് GKയുടെ ഭാഗമാണ്, ജനറൽ നോളജിന്റെ ഭാഗമാണ്. അപ്പൊ GK റീസണിങ്ങിനകത്ത് വരാം. പിന്നെ ഇംഗ്ലീഷ് വരാം. ഓക്കെ, ഇംഗ്ലീഷ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ABCD ഒരു റിലേഷൻ ABCD, കാരണം എയും ബിയും കഴിഞ്ഞ് തൊട്ടടുത്ത, ഓക്കെ, CD, ഓക്കെ, ABCD. അങ്ങനെയാണെങ്കിൽ PQ കഴിഞ്ഞാൽ എന്തായിരിക്കും? PQ കഴിഞ്ഞാൽ RS ആയിരിക്കും.
ഓക്കെ, പി ക്യു കഴിഞ്ഞാൽ വരുന്ന എന്താണ്? ആർ എസ് ആണ്. എ ബി സി ഡി ദെൻ പി ക്യു ആർ എസ്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ പൊസിഷൻസ് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഹയർ ലെവൽ നമ്മൾ ആൽഫബറ്റിൽ പഠിക്കും. അപ്പൊ നമ്മൾക്ക് കൃത്യമായിട്ട് നമുക്ക് അത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ പൊസിഷൻസ് അറിയാം. അപ്പൊ ഇത് ഇംഗ്ലീഷ് ആണ്. ഓക്കെ, ഇംഗ്ലീഷ് ആണ്, ലാംഗ്വേജ് ആണ്. പക്ഷെ ഇതെന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റീസണിങ്ങിൽ അനലോഗിയിൽ സമാന ബന്ധങ്ങൾ എന്ന് പറയുന്ന പോർഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ ടൈപ്പ്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് മാത്സ് ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മാത്സ് ഇതിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 5/25. ഓക്കെ, 5/25 അങ്ങനെയാണെങ്കിൽ 7 ഓക്കെ, അപ്പൊ 5ന്റെ സ്ക്വയർ ആണ് ഇത് 25 എന്ന് പറയുന്നത്. 5ന്റെ വർഗമാണ് 25. 5 × 5 25. അപ്പൊ 7 × 7 49. ഓക്കെ, 7 × 7 49. അപ്പൊ മാത്സിലും എന്താണ്? റീസണിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മാത്സിന്റെ ക്വസ്റ്റ്യൻസും നമുക്ക് റീസണിങ്ങിൽ ചോദിക്കാം. അപ്പൊ ജി കെ വരാം, ഇംഗ്ലീഷ് വരാം, മാത്സ് വരാം. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അങ്ങനെയാണ് റീസണിങ്ങിന് മാത്രം ക്വസ്റ്റ്യൻസ് ഇല്ല, അല്ലെങ്കിൽ റീസണിങ്ങിന് മാത്രം ഈ പറയുന്ന മേഖലകൾ ഇല്ല എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഉണ്ട്. അതിൽ ഏതാനും ചില ഇതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. റാങ്കിങ് ആൻഡ് അറേഞ്ച്മെന്റ്. ഓക്കെ, റാങ്കിങ് ആൻഡ് അറേഞ്ച്മെന്റ്, അതായത് ഒരു ഓർഡർ ആക്കുക. ഓക്കെ, നമ്മൾ വരി നിര എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓർഡർ ആക്കുക. മാത്സ് വേണം, എന്നാൽ കൂടെയും അത് റീസണിങ്ങിൽ കുറെ പ്രാധാന്യം കൊടുക്കുന്ന, ലെഫ്റ്റും റൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് റിലേഷൻ. ഓക്കെ, ബ്ലഡ് റിലേഷൻ നമ്മൾ പക്ക, ഓക്കെ, നമ്മളെ കുടുംബ ബന്ധങ്ങളെ കുറിച്ചിട്ട് ഓക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് പക്ക റീസണിങ് ആണ്. പിന്നെ സില്ലോജിസം. ഓക്കെ, സില്ലോജിസം അതും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? നമ്മൾ അനുമാന പ്രമാണം. ഓക്കെ, അനുമാന പ്രമാണം എന്നൊക്കെയാണ് സില്ലോജിസത്തിന്റെ മലയാളം. ഓക്കെ, അപ്പൊ സില്ലോജിസം ഒക്കെ പറയുകയാണെങ്കിൽ പക്ക എന്താണ്? റീസണിങ് ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ റീസണിങ്ങിൽ മാത്രമായിട്ട് സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാത്സും ജി കെയും പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരികയും ചെയ്യും. ഓക്കെ, പിന്നെ അതേപോലെ ഇത് 2 ടൈപ്പ് ഉണ്ട്, വെർബലും നോൺ വെർബലും ഉണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ കാൽക്കുലേഷനിലൂടെ ഒക്കെ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ ഈ കണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർബൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് ചിത്രങ്ങളായിരിക്കില്ല എന്നർത്ഥം. ഓക്കെ, നോൺ വെർബലിൽ വരുന്ന എന്താണ്? ഈ അനലോഗിങ് ക്ലാസിഫിക്കേഷനും സീരീസും പിന്നെ അതേപോലെ തന്നെ ഈ പേപ്പർ കട്ടിങ്, പേപ്പർ ഫോൾഡിങ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാട്ടർ ഇമേജ്, മിറർ ഇമേജ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതിനകത്ത് വരുന്നുണ്ട്? ഈ നോൺ വെർബൽ. അത് ഇമേജസ് ആയിരിക്കും. ഓക്കെ, വെർബൽ ഇമേജസ് ആയിരിക്കില്ല, ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്നാൽ നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ പക്ക എന്തായിരിക്കും? ഇമേജ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ 2 കാറ്റഗറി ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് റീസണിങ്ങിനെ കുറിച്ച് നമ്മൾക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സുകൾ മുതൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ടോപ്പിക് വൈസ് നമ്മൾ റീസണിങ് നമ്മൾ എടുക്കും. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകൾ പഠിച്ചിട്ട് പോയിക്കോളാം. ഓക്കെ, ചാനൽ ഫോളോ ചെയ്യുക, എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകൾ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.